നമസ്കാരം. CPI എന്നാൽ ചുക്കാണോ ചുണ്ണാമ്പാണോ എന്നറിയില്ലെന്ന് എം സ്വരാജ്. സ്വരാജ് ഒന്നും അറിയാത്ത കുട്ടിയാണെന്ന് CPI. ഓണത്തിന് മുമ്പേ തൃപ്പൂണിത്തറയിൽ വടംവലി മത്സരം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ചിങ്ങം പിറന്നതോടെ ഓണത്തെക്കുറിച്ച് തന്നെ തുടങ്ങാം. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർത്തുകൊടുത്ത് പ്രജകളുടെ ഓണം ഗംഭീരമാക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ഓണാഘോഷം നിഷേധിക്കുകയാണ്. ഓഫീസുകളിൽ ഓണക്കാലത്ത് അരങ്ങേറുന്ന പൂവിടൽ, പൂവിളി, വടംവലി, ഓണത്തല്ല്, ഊഞ്ഞാലാട്ടം, കൈകൊട്ടിച്ചിരി തുടങ്ങിയ പാരമ്പര്യ കലകൾ വിലക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി ഉത്തരവിട്ടിരിക്കുന്നത്. പകരം പണിമുടക്ക്, മുദ്രാവാക്യം, ഫണ്ട് പിരിവ് തുടങ്ങിയ യൂണിയൻ കലാപരിപാടികൾ നിർബാധം തുടരാം. 12 ദിവസം നീളുന്ന ഇത്തവണത്തെ ഗംഭീര അവധിക്ക് പോകുന്നതിന് മുമ്പ് ഒരാഴ്ച നീളുന്ന ഓണാഘോഷവും നടത്തി 1 മാസം സർക്കാർ ഓഫീസുകൾ ഉത്സവ കേന്ദ്രമാക്കുന്ന നമ്മുടെ പതിവ് രീതിക്കാണ് കേരളത്തിൻ്റെ പുതിയ മാവേലി തമ്പുരാൻ ഉടക്കുവെച്ചിരിക്കുന്നത്. പോയിപ്പോയ കാലം എന്ത് സന്തോഷപ്രദമായിരുന്നു. ഓണം പൊന്നോണം പുത്തൻ തിരുവോണം, പൂമുറ്റമാകെ അത്ത പൊൻചമയം, തിരുവഞ്ചി പാട്ടുകൾ പാടി പൊന്നാവണി തോണിയൊരുങ്ങി, പൊന്നോണം നല്ലോണം ചിങ്ങത്തിരുവോണം. ആഘോഷങ്ങൾ ഏതായാലും അതെല്ലാം മനസ്സിന് സന്തോഷപ്രദം ആകേണ്ടതായിട്ടുണ്ട്. ആഘോഷവേളകൾ ആനന്ദകരമാക്കി ജാതിമതഭേദമന്യേ എല്ലാവരുടെയും ഉത്സവമാക്കി മാറ്റണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ഈ ഓണ സീസണൊക്കെ എടുത്താൽ പല കച്ചവടക്കാരുടെയും കേന്ദ്രങ്ങളായി മാറാറുണ്ട്. ഓണ സീസണിൽ നല്ലതുപോലെ ജീവനക്കാർക്ക് ലീവുണ്ട്. ആ സീസൺ ഉപയോഗിച്ച് വേണ്ട സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങാൻ സൗകര്യവും സമയവും അവർക്കുണ്ട്. അപ്പോൾ അവരിയ്ക്കുന്ന സീറ്റിൽ നിന്ന് തന്നെ ഈ സാധനം വാങ്ങണമെന്ന നില അവർ സ്വീകരിക്കേണ്ടതായിട്ടില്ല. വെറും ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്ന സർക്കാരിന് അതിനപ്പുറത്ത് ജനങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ദേശീയ ഉദ്ഗ്രഥനത്തിന് ഉതകുന്ന പരിപാടികളും ചടങ്ങുകളും സംഘടിപ്പിക്കേണ്ടതാണ്. കലയും സാഹിത്യവും ഒക്കെ അതിനാവശ്യമാണ്. അതിലൂടെയാണ് ജനങ്ങൾ ഒരുമിക്കുന്നത്, ഉത്സവങ്ങളിലൂടെയാണ്. ഓണത്തിന് പൂടുന്നത് നല്ലതാണ്. നമ്മളെല്ലാവരും പൂടുന്നവരാണ്. പല വീടുകളിലും പൂടും. ഓഫീസുകളിലുള്ളവർക്കും പൂടാൻ താല്പര്യം കാണും. പക്ഷേ വർക്കിംഗ് അവേഴ്സ് പറ്റില്ല. ഓണത്തിന് ഒരു സന്ദേശം, നാം എല്ലാവരും ഒന്നാണ് എന്ന് തന്നെയാണ് ആ സന്ദേശം. അതിൽ മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല. അതിലെന്തിനാണ് വിലക്കേർപ്പെടുന്നത്? വർക്കിംഗ് അവേഴ്സ് ജോലി എടുക്കുക, അതിന് മുമ്പ് പൂടുന്നുണ്ടെങ്കിൽ ഒരു തർക്കമില്ല. പക്ഷേ ജോലി സമയം കഴിത്ത് പൂവിടാൻ വേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റില്ല. അവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ വർണ്ണപ്പൂക്കളം ഒരുക്കുമ്പോൾ അതിലൂടെ അവരുടെ ഹൃദയാന്തരാളത്തിലേക്ക് പകർന്നു നൽകുന്ന സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളാൻ ഒരു മുഖ്യമന്ത്രി തയ്യാറാവുകയല്ലേ വേണ്ടത്? സർക്കാർ ഓഫീസിൽ പൂക്കളം ഇടുക എന്ന് പറയുന്നത് ഓണത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി കളഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത്. ജോലിക്ക് തടസ്സം വരാതെ പൂക്കളം ഇടുന്നതിനകത്ത് എന്ത് തെറ്റാണെന്ന് എനിക്കറിയാം. 2016 ഓണവും ബക്രീദും എല്ലാവർക്കും ആഹ്ലാദത്തിൻ്റെയും നിറവിൻ്റേതുമാകട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ ആശംസിക്കാനുള്ളത്.
പൂവിടലിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി തൃപ്പൂണിത്തറയിലെ വടംവലി മത്സരത്തിലേക്ക്. നാവിന് മൂർച്ച കൂടിയ ഇനം നേതാവായ എം സ്വരാജ് നന്നായി പ്രസംഗിക്കാൻ അറിയാവുന്ന നേതാവാണെങ്കിലും വാക്പ്രയോഗത്തിൽ ഗുളികൻ കടന്നുകൂടുന്നത് എപ്പോഴാണെന്നറിയില്ല. നിയമസഭയെയും മുതിർന്ന അംഗങ്ങളെയും ബഹുമാനിച്ച് സഭയിൽ നടത്തേണ്ട കന്നിപ്രസംഗത്തിൽ തന്നെ സ്വരാജ് കോൺഗ്രസുകാരെ പുസ്തക വിരോധികളായി ചിത്രീകരിച്ച് പ്രസംഗത്തിൻ്റെ ശോഭ കെടുത്തി. തൃപ്പൂണിത്തറയിൽ നിന്ന് MLA ആയി ജയിച്ചതോടെ മണ്ഡലത്തിലെ CPM-CPI തർക്കത്തിന് സ്വരാജ് സ്വന്തം നാവുബലം കൊണ്ട് മൂർച്ച കൂട്ടുകയാണ്. CPIയെക്കുറിച്ച് സ്വരാജ് നടത്തിയ പ്രസംഗത്തിന് ജനയുഗം മറുപടിയുമായി രംഗത്തെത്തിയതോടെ വടംവലി മുറുകി. കുട്ടിയാ ഉണ്ടക്കത്ര വാട്ടില് ഈ തലമുറയിലും ആൺകുട്ടികൾ ഉണ്ട് നീലാണ്ട. ഓ നല്ല കാര്യം. ഈ തലമുറയിലുണ്ടെന്ന് പറ. എനിക്കറിയില്ലത്. മുമ്പത്തെ കഥകൾ എനിക്ക് പറഞ്ഞു തരണ്ട. മുട്ടിയും കുത്തിയും നോക്കിയിട്ട് ഞാനെങ്ങും കണ്ടിട്ടില്ല മരുന്നിന് പോലും ഒന്നിനെ. ശേഖരൻ തരക്കേടില്ല, നല്ല പൊക്കമൊക്കെ ഉണ്ട്. അതിപ്പോ നിലമ്പൂർ കാട്ടിലെ തേക്ക് മരങ്ങളുണ്ടല്ലോ, നല്ല മഴുവിനും നല്ല കൈക്കും പണി വളരെ കുറഞ്ഞത്. ഇത്രയും കാലം കണ്ട കഥ വിട്. ഇന്ന് രാത്രി കൊണ്ട് കഥയങ്ങ് മാറുക. എന്തായിരുന്നു ഒരു പ്രചരണം? ഇവിടെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ചില ബോർഡുകളിൽ ഒരു വാചകം എഴുതി വെച്ചു, CPIM-ൽ നിന്ന് CPI-യിലേക്ക്. അതായിരുന്നു വാചകം. കടലിലെ മത്സ്യത്തിന് ഒരിക്കലും കൈത്തോട്ടിലേക്ക് പോകാനാവില്ല. CPIM-ൽ നിന്നൊരാളും CPI-യിലേക്ക് പോവില്ല. അങ്ങനെ പോയ ചരിത്രവും ഇല്ല. അങ്ങനെ പോകാൻ എവിടെ CPI? കാലം കുറെ ആയി. മുണ്ടക്കാർക്ക് സൂര്യക്കേടായിട്ട് നിൽക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന പടുമരം ഞാൻ ഇന്ന് കത്തിക്കും. സ്വരാജിന് CPI കുറിച്ച് അറിയില്ല എന്നാണ്. സ്വരാജിന് രാഷ്ട്രീയ വിദ്യാഭ്യാസം കുറഞ്ഞുപോയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. അതുകൊണ്ട് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കാൻ സഖാവ് P. രാജീവ് തയ്യാറാകുന്നത് നന്നായിരിക്കും. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു CPI-കാരനെ കാണുന്നത്. അത് എവിടുന്ന് അറിയുമോ? യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തൃശ്ശൂർ പോയപ്പോഴാണ്. മലപ്പുറത്തുനിന്ന് തൃശ്ശൂർ വരെ പോയിട്ടാണ് ഒരു CPI-കാരനെ ഞാൻ കണ്ടത്. വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. CPIM-ൽ നിന്ന് ഒരാളും CPI-യിൽ പോയിട്ടില്ല. എടാ ചള്ളു ചെക്ക, എന്താടാ മുലപ്പാല് കിണിയുണ്ടാ നാക്കിലെ? CPIM ചിലരെ പുറത്താക്കിയിരുന്നു. പുറത്താക്കിയവർ ഒരു വേദി രൂപീകരിച്ചു. ഒരു വേദി, അത് പുറത്താക്കിയവരുടെ വേദി. ആ വേദിയിൽ നിന്ന് കുറെ കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് CPI-യിലേക്ക് പോയി. അങ്ങനെയല്ലേ പറയേണ്ടത്? മോന്തായം വളഞ്ഞാൽ കഴിപ്പോൾ എല്ലാം വളയും എന്ന് കാരണവന്മാർ പറയുന്നത് എത്രയോ ശരിയാണ്. ഈ പാർട്ടി ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ കോൺഗ്രസിൽ വേണമെങ്കിലും ചേരാം, CPI-യിൽ വേണമെങ്കിലും ചേരാം. അതിനെ എന്തോ മഹാസംഭവം എന്ന നിലയിൽ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ പ്രായ കളിക്കാൻ വന്നാൽ കളി പഠിപ്പിക്കും, അത്രമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മല്ലയുദ്ധത്തിനിറങ്ങാം. തനിക്ക് പോകുന്നവനോട് ഇല്ലാച്ച പുറത്ത് മണ്ണ് പറ്റും. അത് യോദ്ധാവിന്റെ പരാജയമാണ്. തിരുവനന്തപുരത്ത് CPI നടപടിയെടുത്ത ജില്ലാ സെക്രട്ടറിയെ CPM സ്വീകരിച്ചപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ എവിടെ വേണോ പോകട്ടപ്പ, ഇടത് ഐക്യം ഊട്ടിയുറപ്പിക്കേണ്ട MLA CPI-യുടെ മെക്കിട്ട് കയറുന്നത് ശരിയാണോ? പക്വമായ വാക്കുകൾ ശീലിച്ചാൽ ഭാവിയുള്ള നേതാവായ M. സ്വരാജിന് കൈയടിക്കാൻ പാർട്ടിക്ക് പുറത്തും ആളുണ്ടാകും. പ്രവാസി വ്യവസായികളുടെ നിക്ഷേപം തേടി മുഖ്യമന്ത്രി ഗൾഫ് പര്യടനത്തിനൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി ഫണ്ട് തേടി അദ്ദേഹം ഒന്ന് പോയി വന്നതാണ്. അറബി പൊൻനാണ്യം തേടി മുഖ്യമന്ത്രിയുടെ ഒരു വികസന യാത്ര. ഈ സ്വപ്നലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയുരുക്കി അറവാതിൽ പണിയും ഞാൻ. دستكين بستمين عبد الله والله بس الطار مختار حبره
ഇതെന്താണ് പറയുന്നത്? അറബിയ? അറബിക് കവിയാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ അറബി ഫ്രണ്ട്സ് അപ്പോൾ എന്നോട് ചോദിച്ചു, ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ സുൽത്താനായി വാഴും ഞാൻ, പകച്ചുപോയി എൻ്റെ ബാല്യം. പകച്ചു നിൽക്കുന്ന കേരള വികസനത്തെ മുന്നോട്ട് നയിക്കാൻ വികസന വണ്ടി പിണറായി ഓടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. കഥ ഇനിയും തുടരും. ഇടവേളയ്ക്ക് ശേഷം. നീ പകപോക്കാണല്ലേടാ. വക്ര